സ്പെൻഡ് എ ഡേ വിത്ത് സ്ട്രേഞ്ചേഴ്സ് പാർട്ട് 2. പാർട്ട് 1 നമ്മൾ ഒരു എക്സ്ട്രീം ഡയർ ആയിരുന്നു കൊടുത്തത്. അച്ഛൻ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. അടുത്ത 2 പേർക്ക് ഈ ഒരു വീഡിയോയിൽ കിഡിലും ഡയർ കൊടുക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി നിൽക്കണം. ചീത്ത പറയരുത് കേട്ടോ. പ്രഗ്നന്റ് ആണെന്ന്. അതന്നെ ഓട്ടോ സ്റ്റാൻഡ് അതാ നിൽക്കുന്നത് 2 ഓട്ടോ. നിഷ്കളങ്കത തുളുമ്പുന്ന ആരെയും ചലഞ്ച് വേറെ എന്തെങ്കിലും ആക്കണ്ടേ? ഞങ്ങള് കുറച്ചധികം എക്സ്ട്രീമിലി ആലോചിക്കട്ടെ. യാത്രയില് അവിടെ എത്തിയിട്ട് ബീച്ചിൽ എത്തിയിട്ട് കൊടുക്കാം. ഞങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാണ് ആൾക്ക് എന്ത് പണി കൊടുക്കണം. മാക്സിമം എന്തായാലും ആളെ ഇത് ഏറ്റെടുത്ത് ചെയ്തില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് വലിയ പണി കൊടുക്കും. നിങ്ങൾ ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും ചലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. എന്തായിരുന്നു ചലഞ്ച്? സാലറി ഗസ് ചെയ്യാനോ? ഇത് കുറച്ച് വെറൈറ്റി ചലഞ്ച് അല്ലേ? ചലഞ്ച് പറയാൻ പറ്റില്ല, ഒരു വ്ളോഗ് പോലെയാണ് ഇത്. കിട്ടി ചലഞ്ച് കിട്ടി. വീട്ടിൽ വിളിച്ചിട്ട് എനിക്ക് ഇതുപോണക്ക് ഒരാളെ ഇഷ്ടത്തില്ല എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, അടിപൊളിയാവും. അമ്മ ചെയ്യുന്നില്ല. ഓക്കെ, സെറ്റ്. അതന്നെ മതി. കുറച്ച് വർഷങ്ങളായിട്ടുള്ളവര് 15 വർഷമാണ്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അച്ഛൻ എന്താ പറയാ നോക്കാം. 6 ഓക്കെ. റിയാക്ഷൻ എന്തായിരിക്കും? എന്നോട് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ പറയണം, നടന്നില്ലായിരിക്കും, അതൊക്കെയുള്ള പറഞ്ഞിട്ടുണ്ട്. വേറെ കാസ്റ്റാന്ന് കൂടി പറയാ. സീരിയസ് ആണോ ഫാദർ? ഭയങ്കര സീരിയസ് ആണോ ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്, എന്നുവെച്ചാൽ ആവശ്യത്തിന് സീരിയസ് ആണ്. സീരിയസ് ആണ്. ഓക്കെ. പറയാതെ കേളുമായിട്ട് എനിക്ക് ഇവിടെ വന്ന് കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചി വന്ന പ്രശ്നമാണോ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞങ്ങള് വ്യക്തത്തിലായി. അപ്പൊ ആള് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ബോയ് അല്ല ഗേളിനായിട്ടാണ് റിലേഷൻ ആയത് എന്നാണ് വീട്ടില് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കാം ശരിക്കും ഉണ്ടോ? അത് നന്നാവും. അവർക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടില്ലല്ലോ. ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ശാന്തമായിട്ടുള്ള ഏരിയയിൽ പോയിരിക്കാം, ദെൻ വീട്ടിൽ വിളിക്കാം. അപ്പൊ പറഞ്ഞ പോലെ ബോയ് അല്ല റിലേഷൻ, ഗേളാണ്. ഗേളെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിക്കണം. ആരാ? ചേച്ചിയോ? എത്ര ഏജ്? 23. നിങ്ങൾക്ക് എത്ര ഏജ്? ഒരു വയസ്സ് വ്യത്യാസത്തിനാ ചേച്ചി വിളിക്കുന്നത്. പറയില്ല, വിഷമുണ്ട്, പക്ഷെ എന്നാലും പറയില്ല. ആൾക്ക് ചലഞ്ച് കൊടുത്തിട്ടുണ്ട്, ആള് ചെയ്യട്ടെ. അത് കഴിഞ്ഞ ശേഷം ഇയാൾക്കുള്ള ചലഞ്ചാണ്. ആള് വെള്ളം കുടിച്ച് നിൽക്കാണ്. ആൾക്ക് വേറെ ഒരു എക്സ്ട്രീം ചലഞ്ച് കൊടുക്കണ്ടേ? ഹലോ അച്ഛൻ, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. അച്ഛൻ ഫ്രീ ആണോ ഇപ്പോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേക്കണം, വ്യക്തമായിട്ട് കേക്കണം, കൂളായിട്ട് കേക്കണം. അതെ എനിക്കിവിടെ ഒരു പെങ്കൊച്ചിന് ഇഷ്ടവാ. എനിക്ക് വിളിക്കായിരിക്കല്ലേ, എനിക്ക് അർജന്റാ, സംസാരിക്കണം. എവിടെ ക്രോസിൽ നിൽക്കാൻ റെയിൽവേ ട്രാക്കിന്റെ അയ്യോ ആള് ഫ്രണ്ട്ലി തോന്നില്ല. കുഴപ്പമില്ല. കേട്ടതൊന്ന് ക്ലിയർ ചെയ്യാനാവുന്നു. അയ്യോ നോക്കാം, അച്ഛൻ തിരിച്ചു വിളിക്കണം. ക്ലിയർ ആയിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ വലിയ കൂസലി കാണത്തില്ല. ആണോ? ആ ഒരു താളായിരിക്കും. ഡാഡി കൊണ്ടടിക്കുന്ന എനിക്ക് എന്താ. അമ്മേനെ കൂടി വിളിക്കാൻ പോയി. അമ്മേനെ വിളിച്ചാൽ കിട്ടൂല. അമ്മയുടെ സിം അനിയന്റെ അല്ലേ. അന്നാ വിളിച്ചു നോക്കിയോ? അനിയനെ വിളിച്ചിട്ട് പറയുന്നത് സംഭവം ഇങ്ങനെ വീട്ടിൽ പറയാന്ന് ചോദിച്ചത്. എന്തേ സപ്പോർട്ട് ചെയ്യോ? അനിയനായിട്ട് വിളിക്കുന്നു. എടുക്കത്തില്ല. അനിയൻ പറയോ എനിക്കൊരു പയ്യനെ അവൻ പെമ്പിള്ളാരെ തന്നെ മര്യാദക്ക് നോക്കുന്നില്ല. എടുക്കത്തില്ല.
ഇവിടെ ഇവർക്ക് ചലഞ്ച് കൊടുക്കുമ്പോഴും ഇങ്ങേർക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. അപ്പോ ചലഞ്ച് എന്താണോ? ഇവിടെ ഒരു പാട്ടിടും, നീ ഡാൻസ് കളിക്കണം. ശരി. കേൾക്കാൻ പാകത്തിന് ഒരു പാട്ടിടും. ജസ്റ്റ് നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ റീല്, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റീൽ എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ഒറ്റക്ക് അവിടെ പോയി കളിക്കാം. അവിടെ പോയിട്ട് കൂക്. നല്ലത് പറയുമ്പോ എങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, എന്റെ സജഷൻ ഞാൻ തന്നെ പറഞ്ഞില്ല. അതുപോലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താ പറയാ? ശരി. ഹലോ അച്ഛാ, അച്ഛാ എനിക്കിവിടെ ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് നാളായിട്ട് ഇഷ്ടത്തില്ല. അത് ആൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ കൊച്ചിയിൽ നിക്കാം, ആ ഒരു ഇതിങ്ങനെ പറയുന്നുണ്ട് ആള്. അച്ഛാ, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, അവക്കും തിരിച്ചിഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് നിന്നാ കൊള്ളാന്നുണ്ട് കൊച്ചിയിൽ മാരേജ് ചെയ്തിട്ട്. അച്ഛാ, എനിക്ക് ഒരു പെൺകൊച്ചിന് ഇഷ്ടമാണ്, എന്റെ ഫ്രണ്ടാണ്, ആൾക്ക് തിരിച്ചും ഇഷ്ടമാണ്. കൂട്ടുകാരിയല്ല, എനിക്കൊരു ആണിനോട് തോന്നുന്ന അതേപോലത്തെ ഒരു ഫീല്, ഒരു ലവ്. അത് ഞാൻ കുറെ ആലോചിച്ചിട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനത്തിലെത്തി. അപ്പൊ ആൾക്ക് എന്നെക്കാൾ ഇച്ചിരി കൂടെ ഏജ് ഉണ്ട്. അപ്പൊ ആളെന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആൾക്ക് ഇങ്ങനെ മാരേജ് ചെയ്താൽ കൊള്ളാം, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്റ്റേ എടുത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ കൊള്ളാന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ അച്ഛന്റെ അഭിപ്രായം എന്താ? ഹലോ 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 ആ പറയൂ. പറഞ്ഞു. അല്ലല്ല, സ്പീക്കറിൽ അല്ലല്ല. ഹലോ, കേക്കാവോ? എനിക്കെന്താ ഈ വരാത്ത എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഊടായ്പ മനസ്സിലായ എന്നിട്ട് പോലും ഞാൻ താങ്ങി തന്നു. നീ ഇങ്ങനെയൊക്കെ പല പഠിങ്ങനെ പോവുന്നുണ്ട്. എന്താ പറയാ, ഞാൻ എറണാകുളത്ത് ഒരു 10-12 വർഷം ഞാൻ കിടന്നാ പോലെ. സ്വന്തം നന്ദയോട് ഞാൻ ചോദ്യം. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും അനാവശ്യമുള്ള കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടോ? ഇപ്പൊ നീ ഇത്രയും കാര്യം എനിക്ക് എന്റെ മറുപടി എനിക്ക് ചോദിക്കാമല്ലോ. ഉപയോഗിക്കണോ നീ ലഹരി? സത്യം പറയണം മോനെ. അത്രയും നമസ്കാരം നീ ചോദിക്കുന്നില്ലേ? സ്വന്തം നേതാണ് ചോദിക്കുന്നില്ലേ? ഉറപ്പാനും ചോദിക്കുന്നില്ല നീ? അതോ പരിക്കുന്നു കേട്ടാ? ഉപയോഗിച്ചിട്ട് മറ്റേ സത്യം പറ മോനെ, എന്നാ പറ. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ നീ വെക്കത്തില്ല മോനെ. പെണ്ണിനെ സ്നേഹിക്കുന്നതോ? എന്നത് എന്റെ അച്ചു ഇത് ബാംഗ്ലൂർ കുറെ ഞങ്ങള് കണ്ടിട്ട് വന്നാണ്. എന്നാലും ഞാൻ എപ്പോഴും പറയും, ഇതൊക്കെ എന്നാ പൗഹൃദമാണെന്ന് പറയുന്നത്. ഇത് നീ എന്റെ മോള് പറയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ. ഞാനോട് പറഞ്ഞോ അറിയാലോ.
അച്ഛാ എനിക്കുള്ള ഇഷ്ടം തോന്നുന്നു പറയണ്ടേ, അല്ലാതെ പിന്നെ ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഹലോ ഇതൊരു പ്രാങ്കാണ്. ഇവിടെ പ്രാങ്കാ. ഒരു ചേട്ടൻ ഞങ്ങളിവിടെ ഔട്ടിങ്ങിന് വന്നപ്പോ ഫാദറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു ചാനലിന്റെ ഭാഗമായിട്ടേ ചെറിയൊരു ചലഞ്ച് കൊടുത്തതാണ്. അച്ഛനെ വിളിച്ചിട്ട് ഒരു പെൺകുട്ടി ഞാൻ വരട്ടെ അങ്ങോട്ട്, ഞാൻ വരട്ടെ. അച്ഛൻ ടെൻഷനായ ഞങ്ങള് ചെറിയൊരു ചലഞ്ച്. അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ്, അടിപൊളിയാണ്, ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചലഞ്ച് ഏറ്റെടുത്തത്. അവസാനം ആള് ഇവിടെ കരയാ. അയ്യോ അച്ഛൻ കരയണ്ടാ, ആള് ഉഷാറാണ്. ആള് ചലഞ്ചൊക്കെ ഫസ്റ്റ് തന്നെ ആളാണ് പറയാ. ഞാൻ പറഞ്ഞ ഒരു ബോയിന് ഇഷ്ടമാണെന്ന് പറഞ്ഞോളാനാ പറഞ്ഞത്, പക്ഷെ ആളാണ് പറഞ്ഞ ഒരു ഗേളിന് ഇഷ്ടമാണെന്ന് പറയാൻ. ബോയിനെ പറഞ്ഞ എന്തായാലും നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയാലോ, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ പറയണോന്ന്. അപ്പൊ ഇതിപ്പോ ആരും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ പെണ്ണിന് ഇഷ്ടാന്ന് പറയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അല്ല, അമ്മേനെ വിളിച്ച അമ്മ ഇങ്ങനെ മൂള് കിടത്തോളന്ന് അറിയാം, അതുകൊണ്ട് അച്ഛനെ തന്നെ വിളിച്ചേ. ഓക്കെ വൈകുന്നേരം വിളിക്കാം. ഓക്കെ. അയ്യോ അച്ഛൻ ടെൻഷനായിട്ടാ. അച്ഛൻ പിന്നെ കൊറേ ആലോചിച്ചിട്ട് ഓർത്തിങ്കി തുടങ്ങി. അച്ഛൻ എന്താ വേറെന്തൊക്കെ പറഞ്ഞല്ലോ, നീ അവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യണ്ടോ, അതിന് വേണ്ടിട്ടല്ലേ നീ ഒരു തീരുമാനം ഈ വഴിയിലോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഓവർ തിങ്ക് ചെയ്തെന്ന് വെച്ചാ ഡ്രഗ്സ് യൂസ് ചെയ്യണില്ലേ. ഓൾറെഡി ഇങ്ങോട്ട് വിടാൻ തൊട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്ന് എന്നോട് ആഴ്ച വീട്ടിൽ ചെല്ലണമെന്ന് പറയുന്നത് തന്നെ എന്നെ നിരീക്ഷിക്കാനായിട്ടാണ്. ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അഡിക്ഷൻ ആയിപ്പോയി, ഇവിടെ ഇന്ന് എന്തെങ്കിലും അഡിക്ഷൻ ആയിപ്പോയി കഴിഞ്ഞാൽ പെട്ടു. അപ്പൊ ആ ഒരു ഇതൊക്കെ കൊണ്ടിട്ടാണ് ആള് അച്ഛൻ വിചാരിച്ചത് ഇനി ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകുന്നത്. പെണ്ണിന്റെയും ഇതാവുമ്പോ ആർക്കും കുഴപ്പമില്ലല്ലോ, ആ ഒരു ലെവലിൽ അത് ഡ്രഗ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് പോവാം എന്നുള്ളതാണ് ആള് കരുതിയത്. ഇത് യൂസ് ചെയ്യാനായിട്ടല്ലേ ചലഞ്ച് പറഞ്ഞപ്പോ ആൾക്കൊരു ശ്വാസം കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചേരം സൈലന്റ് ആയിട്ട് കുറച്ചൊരു സൈലന്റ് ആയി ആള്. ഞാൻ ഇതെന്തിന് അടുത്തത് എന്താ പറയാന്നൊക്കെ വിചാരിച്ചിട്ട്, എന്തായാലും ഇതാന്ന് പറഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് എന്താ പറയാ അല്ലേ. ഇപ്പൊ ഓക്കെ ചലഞ്ച് പറഞ്ഞപ്പോ ആള് ഭയങ്കര സൗണ്ട് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അതാണ് ഞാൻ കരയണത് കണ്ടില്ലട്ടോ, ഞാൻ നിന്ന് നോക്കുമ്പോ കരയണ്. അല്ല, എനിക്ക് ആളെ സൗണ്ട് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇമോഷൻ ആയി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ലോഗ് കരച്ചില്, ഡ്രാമ ഫുള്ള്. ഇനി ഒരു കോമഡി ഇത് കൂടി നമുക്ക് കാണാം. കരഞ്ഞിട്ടൊന്നും പേടിയേണ്ടി വരില്ല. കോമഡി ആൾക്ക് ചലഞ്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാം. കാലിനെന്താ പ്രശ്നം? ഇത്രയും നേരം അവൾക്ക് ഒരു പ്രശ്നം ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിന് പോയി എന്ത് ചെയ്യാൻ പറ്റും? പാട്ട് പാടാൻ പറ്റുമോ? ഒപ്പം ഒറ്റയ്ക്ക് ഉറക്കെ പാടണോ? പറ്റുമോ? ടീമില്ലേ? വേണ്ട ചെക്കന്മാര് വേണം. ചെക്കന്മാര് നിൽക്കണില്ലേ, അവരവിടെ കയറിന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി പാടണം. ഉറക്കെ പാടണം. പാട്ട് വേണ്ട, എന്നാ ഡാൻസ് കളിച്ചോ. വീട്ടിക്ക് വിളിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാനിവിടെ 50,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ചലഞ്ച് ചെയ്തേ പറ്റൂ. വേണ്ടാന്നോ? ഡാൻസ് പാട്ട് ആൾക്ക് പ്രപ്പോസൽ കൊടുത്തു, അപ്പൊ ആൾക്ക് പറ്റില്ല. ഒന്ന് സ്ക്രീം ചെയ്യാം, പാട്ട് വേണ്ട, സ്ക്രീം ചെയ്യാം, ഉറക്ക ഒളിടുക, അങ്ങനെ തല പിടിച്ചിട്ട് ഒളിടുക. ബീച്ചിന്റെ അവിടെ പോയിട്ട് ബീച്ചിൽ നോക്കിയിട്ട് ഉറക്ക ഒളിടുക. ആ ആൾക്കാരെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്താ പറയാ, യെസ് അങ്ങനെ, യെസ് എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇങ്ങനെ ബീച്ചിന്റെ അവിടെ പോവാ, എന്നിട്ട് ഇങ്ങനെ
ആൾക്ക് പ്രൊപ്പോസ് ചലഞ്ച് കൊടുത്തു, ഡാൻസ് കൊടുത്തു, പാട്ട് കൊടുത്തു, അതൊന്നും ആൾക്ക് പറ്റില്ല. പാട്ടിട്ടില്ല. ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി ഇതുപോലെ. ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ബീച്ചിന്റെ ഫ്രണ്ടിൽ പോയിട്ട് വെള്ളത്തിൻ്റെ അവിടെ പോയിട്ട് യെസ് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, യെസ് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഉറക്കെ പറയണോ? ഓ നല്ല സാക്ഷാത്കരിച്ചു തന്നെ പറയണോ? ഉറക്കെ പറയണേ. സാക്ഷാത്കരിച്ചു. അത് അവിടെ പോയിന്ന് പറഞ്ഞു. ആ അവിടെ അല്ല വേണ്ട, ഉറക്കെ പറയണോ? ഉറക്കെ പറയണോ? ആ കൈ കൊറേ നേരം പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണം കേട്ടാ. പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി നിക്കണം. ഇല്ല 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 ആരും വന്ന് നിക്കൂല. അവിടെ പോവാ, കൊറേ നേരം നിക്ക, ഉറക്കെ പറഞ്ഞിട്ട്. രണ്ടോട്ടം പറഞ്ഞോ വേണമെങ്കിൽ. അവിടെ ayo ayo oh itu topnya sangat എനിക്ക് oh ini topnya sangat ഇത് പോരാ, ഇത് പോരാ, ആൾക്കിത് പോരാ. വേറെ എന്തെങ്കിലും കൊടുക്കണോ? I don't think so. No, 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 no.